ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലോക കേരള സഭ ധൂർത്ത് മാത്രമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. എയിംസ് കിനാലൂരിൽ വരുന്നതിൽ തനിക്ക് എതിരഭിപ്രായമില്ലെന്ന് എം കെ രാഘവൻ എം പി. എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. വൃക്ഷത്തെ നടുക എന്നതല്ല, വൃക്ഷത്തെ നട്ടുപരിപാലിക്കുക എന്നതായിരിക്കണം ഇന്നത്തെ മുദ്രാവാക്യമെന്ന് പരിസ്ഥിതി പ്രവർത്തക കുസുമം ജോസഫ്. വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുണ്ടായ LDF ആക്രമണത്തിൽ പോലീസ് നടപടിയില്ലെന്ന് ആരോപിച്ച് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് UDF മാർച്ച്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലോക കേരള സഭ ധൂർത്തു മാത്രമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ലോക കേരള സഭ നിർത്തിവെച്ച് ആ പണം കുവൈറ്റിൽ അപകടത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നൽകണമെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത്? ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്? ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ്? ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? ഈ ലോക കേരള സഭ എന്തിനാണ് നടത്തുന്നത്? ഇത്രയും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത്? ലോക കേരള സഭകൾ നിർത്തിവെച്ച് പ്രവാസികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ചെയ്യേണ്ടത്. ആ പണം ഉണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് ധനസഹായം വിതരണം ചെയ്യാൻ പറ്റും. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, പരിക്ക് പറ്റിയവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ലോക കേരള സഭ എന്ന് പറയുന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന് ചെലവാകുന്ന പണമെടുത്ത് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. പരിക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ, മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും. കോടികൾ ചെലവഴിച്ച് PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തരമായിട്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എയിംസ് കിനാലൂരിൽ വരുന്നതിൽ തനിക്ക് എതിരഭിപ്രായമില്ലെന്ന് എം കെ രാഘവൻ എം പി. സംസ്ഥാന സർക്കാരാണ് ഇതിനായി ഭൂമി കണ്ടെത്തിയത്. അതെല്ലാം മറന്നേക്കൂ എന്ന സുരേഷ് ഗോപി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും എം പി പറഞ്ഞു. ഒരു 10-15 വർഷമായി എയിംസിന്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എവിടെയാണ് ലാൻഡ് എന്നുള്ളത് പ്രശ്നമുണ്ടായത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് എളുപ്പം ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം, കോഴിക്കോട് കിനാലൂര് 150 ഏക്കർ ഭൂമിയുണ്ട്. അതുകൂടെ 100 ഏക്കർ ഭൂമി എക്വയർ ചെയ്താൽ മതി. ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും. പക്ഷെ മലബാറിന്റെ പുതിയുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്ത്, അതിന് മാറ്റം വരാൻ ഈ എയിംസ് വ്യക്തികൾ ഇത് അനുഗ്രഹമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റ് സെൻട്രലിൽ എഴുതുകയും ചെയ്തു. 150 ഏക്കർ 160 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിച്ചു. 100 ഏക്കർ അക്വിസിഷൻ ഏറെക്കുറെ പൂർത്തിയാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും. ഞാൻ പലരുമായി സംസാരിച്ചാണ്. എല്ലാവരും ഏക അഭിപ്രായമാണ് കേട്ടത്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കണമെന്ന മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ എയിംസിന് പ്രഥമ പരിഗണന നൽകുമെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ KSIDCയുടെ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി നവകേരള സദസ്സിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ സമർപ്പിച്ച നിവേദനത്തിന് മറുപടി ലഭിച്ചുവെന്ന് MDC സാരഥികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരളം ഒറ്റക്കെട്ടായി എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരിലൂടെ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ ചെലുത്തണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രക്ഷാധികാരികളായ ഡോക്ടർ AV അനൂപ്, A ശിവശങ്കരൻ, പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ KSDCയുടെ പക്കലുള്ള 200 ഏക്കർ സ്ഥലത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതിനുള്ള അറിയിപ്പാണ് ഇന്ന് കേരള ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ബാക്കി സ്ഥലമെടുപ്പിൻ്റെ കാര്യം, മറ്റു കാര്യങ്ങൾ വളരെ പുരോഗമിക്കുകയും കേരള സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതും കോഴിക്കോട് വേണമെന്നതാണ്. കേരളത്തിൽ എവിടെ ഒരു സാധ്യതയാണെങ്കിലും സംസ്ഥാന സർക്കാർ ഇത്രയും മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് കോഴിക്കോട് തന്നെ പരിഗണിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന് അഭ്യർത്ഥിക്കാവുന്നത്. സർക്കാരിൽ നിന്നും ലഭിച്ച കത്ത് സഹിതം തൃശൂരിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് MDC പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കുമെന്നും കൌൺസിൽ രക്ഷാധികാരിയായ ഡോക്ടർ AV അനൂപ് 4ാം ലോക കേരള സഭയിൽ പങ്കെടുത്ത് UAE കേരള സെക്ടറിൽ യാത്രാ ചരക്ക് കപ്പൽ ഓണത്തിന് മുൻപ് ആരംഭിക്കുന്നതിന്റെ ആവശ്യകത ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുമെന്നും MDC ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വൃക്ഷത്തൈ നടുക എന്നതല്ല, വൃക്ഷത്തെ നട്ട് പരിപാലിക്കുക എന്നതായിരിക്കണം ഇന്നത്തെ മുദ്രാവാക്യമെന്ന് പരിസ്ഥിതി പ്രവർത്തക കുസുമം ജോസഫ്. പ്രൊഫസർ ശോഭീന്ദ്രൻ വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പരിസ്ഥിതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മളെല്ലാവരും കൂടി ചേർന്ന ഈ സർവചരാചരങ്ങളും ചേർന്ന ഈ മണ്ണിനെയും വെള്ളത്തെയും ആകാശത്തെയും കൂടിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനൊരു ദിവസം എന്ന് വെച്ചിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം നമ്മൾ എല്ലാ ദിവസത്തേക്കും വേണ്ടി ഉൾക്കൊള്ളാൻ വേണ്ടി, ചില കാര്യങ്ങൾ പറയാൻ, ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു സംഗതി വൃക്ഷത്തൈ നടലാണ്. കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂളിൽ ചേർന്ന സംഗമത്തിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പക്ഷി നിരീക്ഷകൻ ഡോക്ടർ അബ്ദുള്ള പാലേരി മുഖ്യാതിഥിയായി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചന്ദ്രൻ ആപ്പറ്റ സൗജന്യമായി നൽകുന്ന നാട്ടുമാവിൻ തൈകൾ ദേശീയ കൃഷി പുരസ്കാര ജേതാവ് KBR കണ്ണൻ വിതരണം ചെയ്തു. ചന്ദ്രൻ ആപ്പറ്റയെ ചടങ്ങിൽ ആദരിച്ചു. നിർമ്മല ജോസഫ് പ്രൊഫസർ ശോഭീന്ദ്രനെ കുറിച്ചുള്ള കവിത ആലപിച്ചു. ഫൗണ്ടേഷൻ ട്രഷറർ M ഷഫീഖ്, സ്കൂൾ പ്രിൻസിപ്പൽ KM സാദിഖ്, വേൾഡ് മലയാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കുന്നോത്ത് അബ്ദുൽ സലാം, ജില്ലാ പ്രസിഡന്റ് ഹാഫിസ് പൊന്നേരി, ലത്തീഫ് കുറ്റിപ്പുറം, ജമാൽ പാറക്കൽ, P ശാന്ത, K ഷംസുദ്ദീൻ, അംബുജാക്ഷൻ, CK കരുണാകരൻ, ആക്കിഫ് അലി, ഹന ഫാത്തിമ, ജലീൽ കുറ്റ്യാടി, CM അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് UDF മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുണ്ടായ LDF ആക്രമണത്തിൽ പോലീസ് നടപടി ഇല്ലെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് LDF നടത്തിയ ആക്രമണത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെയാണ് UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജില്ലയിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതായി DCC പ്രസിഡന്റ് ആരോപിച്ചു. ഓരോ CPMകാരനും 3 മുതൽ 5 വരെ വോട്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം. വരും ദിവസങ്ങളിൽ ഇത് പുറത്തു കൊണ്ടുവരുമെന്നും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വാർഡ് വിഭജനം നടത്തിയാൽ ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു പുതിയൊരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. സമാധാന യോഗം. പ്രതിയെ പിടിക്കാത്ത നിങ്ങളാണോ സമാധാനം ഉണ്ടാക്കുന്ന യോഗത്തിൽ? ആണോ? ബോംബിടുക, സമാധാനം പിടിക്കുക. ഞങ്ങൾ സമാധാനത്തിനൊന്നല്ല. ഏതെങ്കിലും ഒരു UDFകാരൻ ബോംബ് തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ മുന്നണി ഉണ്ടാവൂല. അതാ ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ രീതിയതാ. CPMകാരൻ ബോംബെറിയ, UDFകാരൻ്റെ RMPന് പരിക്ക് പറ്റുക, ഉടനെ സമാധാന യോഗം. സമാധാന യോഗത്തിൽ ഇറങ്ങിയിരിക്കപ്പം CPMകാരെ രക്ഷിക്കാൻ ഞങ്ങൾ പറയുന്നു, ഇതിവിടെ നിൽക്കില്ല. ആധികാരികമായി പറയുന്നു, ഇവിടെ നിൽക്കില്ല. പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണിയൂരിലെ പ്രവർത്തകർ നടത്തുന്ന ഈ മാർച്ചിൽ ഇവർ ഒറ്റയ്ക്കല്ല. ജില്ലയിലെ UDF, ജില്ലയിലെ RMP ഇവരോടൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. പ്രമുഖ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന PT ജനാർദ്ദനന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേവായൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും കോഴിക്കോട്ടെ പ്രമുഖ പൊതുപ്രവർത്തകനുമായിരുന്ന PT ജനാർദ്ദനന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പാറോപ്പടി ചോലപ്പുറത്ത് UP സ്കൂളിൽ നടന്ന പരിപാടി KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. KM അഭിജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. മീൻചന്ത് ആർട്സ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പല പരിപാടികളുമായി ബന്ധപ്പെട്ട് DCCയിൽ പോകുമ്പോൾ പലപ്പോഴും കാണുന്ന മുഖങ്ങളിലൊന്ന് പ്രിയപ്പെട്ട ജനാർദ്ദനേട്ടൻ്റെ ആയിരുന്നു. അദ്ദേഹം അന്ന് DCC പ്രസിഡന്റായും മറ്റുള്ള ആളുകളുമായും ഒക്കെ ഇടപെട്ട് അദ്ദേഹം പല കാര്യങ്ങൾക്ക് വേണ്ടിയും DCCയിൽ എത്തിപ്പെടാറുണ്ട്. ഒന്നെങ്കിൽ വെറുതെ അവിടെ DCCയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കായി ആയിരുന്നില്ല, തൻ്റെ പ്രസ്ഥാനത്തെയും നേതാക്കളെയും കാണാൻ ചെന്നിരുന്നത്. നാട്ടിലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവിടെയുള്ള സാധാരണ പ്രവർത്തകരുടെ വിഷയങ്ങൾക്കും ഇടപെട്ടുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനേട്ടൻ മുമ്പോട്ട് പോയത്. PV ബിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഷെറിൽ ബാബു, കണ്ടിയിൽ ഗംഗാധരൻ, മോഹനൻ പുതിയോട്ടിൽ, AV സുനീഷ്, ശ്രീനിവാസൻ മങ്ങാട്, കിഷോർ PP, അശ്വിൻ ജനാർദ്ദനൻ, ഉല്ലാസ് കുമാർ, ലത സദാശിവൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭകളെ ആദരിച്ചു. ഹ്യൂമാനിറ്റീസിൽ 1-2 വർഷ ക്ലാസുകളിൽ മുഴുവൻ മാർക്ക് നേടിയവരെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആദരിച്ചത്. കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം ഹ്യൂമാനിറ്റീസ് 2ാം വർഷ ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടിയ ഫാത്തിമ ഹിബ, 1ാം വർഷ ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടിയ അക്സ ഹാനിഷ്, ആയിഷ നൈന എന്നിവർക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു.
2001, 2003 ഹ്യൂമാനിറ്റീസ് ബാച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ CK സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. 100% കുട്ടികൾ പാസ്സാവുകയും 29 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ മാർക്കുകൾക്ക് ഫുൾ A+ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികളും ഇവയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുണ്ട്. 3 ബാച്ചിലെ കുട്ടികളാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങളുടെ സീനിയർ ബാച്ച്, നിങ്ങൾ, അതുപോലെ തന്നെ വളരെ മുമ്പ് നമ്മളിന്ന് പടിയിറങ്ങി പോയ കുട്ടികളും എല്ലാം കൊണ്ടും ഇവരെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ കുട്ടികളെ പരമാവധി സന്തോഷത്തോടു കൂടിയിട്ട് ഈ സ്ഥാപനം ഓർക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രതിഭകളെന്ന് പറഞ്ഞ് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി നിരന്തരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അവർക്കൊക്കെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ആ കുട്ടികൾ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവർക്കുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥി ഫവാസ് അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ T. മുജീബ്, സാലിം PM, നൌഷാദ് അലി പൂന്തല, തസ്മി V, ഷാനവാസ് V എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികളായ സജിന കൊടുവള്ളി, ഫാത്തിമ എന്നിവരും സംസാരിച്ചു. ഷാഹുൽ ഹമീദ് T, നസ്ല ഫെബിൻ എന്നീ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവങ്ങൂരിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ വ്യായാമ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവങ്ങൂരിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ജിം പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി 23-24 വാർഷിക പദ്ധതി 2.25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്തുതന്നെയായാലും ശരി ഈ പരിശീലനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയാം. ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഭരണസമിതി പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ഒരു ചായയും കടിയും കൊടുക്കുന്ന ഒരു സ്റ്റാള് വേണമെന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ചടങ്ങിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ അധ്യക്ഷനായി. പന്തലായനി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K. അബിനീഷ്, ബിന്ദു സോമൻ, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഷീല, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യ ഷിബു, അതുല്യ ബൈജു, ജില്ലാ പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, ഡിവിഷൻ മെമ്പർ ഷീബ ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KTM കോയ, EK ജുബീഷ്, NP മൊയ്തീൻ കോയ, TM രജില, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഷബ്ന ഉമ്മാരിയിൽ, കാഡ്കോ മെമ്പർ സന്തോഷ്, HMC അംഗങ്ങളായ VV മോഹനൻ, PK പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ KJ ഷീബ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് നന്ദിയും പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തലായനി. രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ യാത്ര തിരിക്കുന്ന C. സന്തോഷ് കുമാറിന് യാത്രയപ്പൊരുക്കി വ്യാപാരി സുഹൃത്തുക്കൾ. കേരള വ്യാപാരി വ്യവസായി രാമനാട്ടുകര യൂണിറ്റാണ് സെക്രട്ടറിയായ സന്തോഷ് കുമാറിന് യാത്രയപ്പ് നൽകിയത്. കൊളംബോയിൽ നടക്കുന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് ഓപ്പൺ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് സെക്രട്ടറി C. സന്തോഷ് കുമാറിന് യൂണിറ്റ് കമ്മിറ്റി ഊഷ്മളമായ യാത്രയപ്പ് നൽകി. മാസ്റ്റേഴ്സ് അത്ലറ്റ് അസോസിയേഷൻ അതിലേക്കും നമുക്ക് പോകാനൊരു അവസരം കിട്ടും. പിന്നെ ഇത് ഇത്ര വലിയൊരു വിപുലമായ ഒരു പരിപാടിയാകണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇതിന് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് എപ്പോഴും വ്യാപാര മേഖലയിൽ സജീവമായി ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്നതല്ല, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആ പ്രസിഡന്റ് അത് വേഗം പത്രത്തിൽ കൊടുക്കുകയുണ്ടായി. ആ പത്രക്കാരെന്നെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് പത്രത്തിൽ വന്നപ്പോഴാണ് ഇവിടെ സത്യത്തില് ഇവിടെയുള്ള ചെറുവണ്ണൂർ പ്രദേശത്തും ഈ രാമനഗര പ്രദേശത്തും ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ അറിഞ്ഞു. പരിപാടി ഫറൂഖ് SI S. അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദിൽ SI-മാർക്ക് 1 മാസത്തെ കമാൻഡോ ട്രെയിനിങ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യണം, പോയേ പറ്റൂ. ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു പേടി സ്വപ്നമാണ്. കാരണം അത്രയ്ക്ക് അത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത പോലെ സാഹചര്യം, വളരെ കഷ്ടപ്പെട്ട സാഹചര്യം.
അവിടെ ചെന്നപ്പോൾ നിർബന്ധമായിട്ടും 10 കിലോമീറ്റർ ഓടണം. യൂണിറ്റ് പ്രസിഡന്റ് PM അജ്മൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ, ട്രഷറർ KK ശിവദാസ്, PPA നാസർ, T മുഹമ്മദ് കോയ, C ദേവൻ, CP അജയകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബിർസ മുണ്ടയുടെ ജീവചരിത്രം വരും തലമുറകൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് അലയൻസ് ഓഫ് നാഷണൽ SC/ST ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിർസ മുണ്ട അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹോട്ടൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ കൺവെൻഷൻ ആദിവാസി ഗോത്രമൂപ്പൻ KP കോരൻ ചേളന്നൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV ബാലൻ പുല്ലാളൂർ, അഭിലാഷ് ബദിരൂർ, ദേവകി വാഴയൂർ, PK അനിൽകുമാർ, മധു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നുസ്രത്തുൽ ഇസ്ലാം മദ്രസ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് സയ്യിദ് നാസിർ ഹൈ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രസിഡന്റ് മുഹമ്മദ് ഹർഷാജ് അധ്യക്ഷനായിരുന്നു. ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, ഖത്തീബ് അബ്ദുൾ റഹ്മാൻ റഹ്മാനി, ഫൈസൽ മുസലിയാർ, ബേപ്പൂർ റേഞ്ച് മുഫത്തിഷ് ഹിസ്ബുള്ള ഫൈസി, KP അബൂബക്കർ, AV അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി KP അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലോക കേരള സഭ ധൂർത്ത് മാത്രമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. എയിംസ് കിനാലൂരിൽ വരുന്നതിൽ തനിക്ക് എതിരഭിപ്രായമില്ലെന്ന് MK രാഘവൻ MP. എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. വൃക്ഷത്തെ നടുക എന്നതല്ല, വൃക്ഷത്തെ നട്ടുപരിപാലിക്കുക എന്നതായിരിക്കണം ഇന്നത്തെ മുദ്രാവാക്യമെന്ന് പരിസ്ഥിതി പ്രവർത്തക കുസുമം ജോസഫ്. വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുണ്ടായ LDF ആക്രമണത്തിൽ പോലീസ് നടപടിയില്ലെന്ന് ആരോപിച്ച് പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് UDF മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.